എവിടെന്നാണ് വന്ന മരഭൂതമേ? പീഡിയാട്രിക് വാർഡിലാണെങ്കിൽ 5 പ്രാവശ്യം, നൊമാല സ്റ്റാച്ചിയോണിലാണെങ്കിൽ 3 പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് വിറ്റാൽ സാഷൻ മെസ്സേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ചെയ്യുന്നത്. എന്താണിത്? സോ വിറ്റാൽ സാഷൻ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂടൂത്ത്, പുൾസ്, ടെമ്പറേച്ചർ, ആറ്റം ഫ്രീക്വൻസ്, പിന്നെ വേറെന്തോ ഉണ്ടല്ലോ, സൗണ്ട് ഓഫ് ഓക്സിജനി, ഇതൊക്കെ നമ്മൾ മെസ്സേജ് ചെയ്യുന്നതിനാണ് വിറ്റാൽ സാഷൻ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാന്ന് പറയാം. അപ്പോൾ അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. നമ്മൾ പാച്ചനിൻ്റെ അടുത്ത് പോകുമ്പോൾ എന്തൊക്കെയാണ് പറയുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ടേഗ്ലിഷായിട്ട് ബന്ധം ചെയ്യുന്ന വാക്കുകൾ എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചുമ്മാ ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. സോ എവിടെന്നാണ് വന്ന മരഭൂതമേ? അപ്പം വിറ്റാൽ സാഷൻ മെസ്സേജ് ചെയ്യുന്ന ഗെറേറ്റ് ഒന്നും എൻ്റെ അടുത്തില്ല, അതൊന്നും നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഡാറ്റൻ ഷൂട്ട്സ് കാരണം. അപ്പോൾ ഞാൻ പാച്ചൻ്റെ റൂമിലോട്ട് വരാണ്. ഹലോ, നമുക്കൊരു മ്യൂളറാണെന്ന് വിചാരിക്കാം കേട്ടോ. Guten Tag. Hallo, Herr Müller. Wie geht es Ihnen? Mir geht es eigentlich ganz gut. Ja, gut. So, ich möchte Ihre Vital Zeichen messen. Ja, sehr gerne. So, zeigen Sie Ihre Hand bitte. ഞാനിപ്പോൾ എന്തിനാ ബുക്ക് പറഞ്ഞത്? നമ്മൾ ചെയ്യുന്നത് ഗെറേറ്റ് കൊണ്ടാണ്. അപ്പോൾ ഗെറേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മാനുവലായിട്ട് നമ്മുടെ നാട്ടിൽ പമ്പ് ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് ആ ഒരു മാൻചറ്റെ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഓൺ ആക്കിയാൽ മതി. അപ്പോൾ അത് ഞാൻ പറ്റുവാണെങ്കിൽ ഇനി എൻ്റെ അടുത്ത ഇൻസാറ്റിൽ ഞാൻ ആ ഗെറേറ്റെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പാച്ചൻ്റെ കയ്യിൽ മാൻചറ്റെ ഇട്ടു, ഓക്കെ കൊടുത്തു. പിന്നെ ഈ ഒരു ഓക്സിജൻ ചെക്ക് ചെയ്യുന്നതും ആറ്റം ഫ്രീക്വൻസി ചെക്ക് ചെയ്യുന്നതും ഈ ഒരു കുഞ്ഞൊരു ഗെറേറ്റയും കൂടി ഉണ്ട്. അത് നമ്മൾ ഫിംഗറിൽ ഇൻസേർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ നോക്കുന്നത് ചെവിയിലാണ്. അപ്പോൾ വിത്ത് സെക്കൻഡ് ഇയർ ഓറൻ ഇഷ്ടം ടെമ്പറേച്ചർ മെസ്സൻ ചെവിയിൽ ഇങ്ങനെ വെക്കുന്നു, ബീപ്പ് സൗണ്ട് കേൾക്കുന്നു, വെക്കുന്നു. ഇനിയാണ് മെയിൻ കർത്തവ്യത്തിലോട്ട് കിടക്കുന്നത്. നമ്മൾ ചോദിക്കുകയാണ് ഹെമ്യൂല ഹാംസിഷ് മെഡ്സിൻ എന്ന് വെച്ചാൽ പെയിൻ ഉണ്ടോയെന്ന്. ഹാബൻസിഷ് മെഡ്സിൻ അതുണ്ടെങ്കിൽ Können Sie bitte von 0 bis 10 sagen, wie stark die Schmerzen ist? അപകടം പറ്റി ആശുപത്രി കേൾക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയും. എന്നുവെച്ചാൽ VAS സ്കാല എന്ന് പറഞ്ഞിട്ട് ഒരു സ്കെയിലുണ്ട്. 0 to 10 എത്ര വേദനയാണ് ഉള്ളത്. സ്റ്റാർക്ക് ഷ്മെറ്റ്സൺ ആണെങ്കിൽ 8, 9, 10 ഒക്കെ നമുക്ക് കൊടുക്കാം. ഒട്ടും ഇല്ലെങ്കിൽ 0, 1, 2, 3 അങ്ങനെ നമുക്ക് ഓർഡർ ആക്കി അവർ പറയുന്നതിനനുസരിച്ച് കൊടുക്കാം. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഹാംസി സ്റ്റൂൾ അല്ലെങ്കിൽ ഹാംസി അബ്ഗെത്തിയാട്ട് എന്ന് വെച്ചാൽ ഇന്ന് മോഷൻ പോയോ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയോ എന്നാണ് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഗാസ്ട്രോളജിയിലൊക്കെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അത് നമ്മൾ ചോദിക്കണം. ആൻഡ് യെസ് അല്ലെങ്കിൽ നോ മെഷീനിൽ നമ്മൾ അയിൻ ട്രാഗൻ ചെയ്യാം. അടുത്തതെന്ന് പറയുന്നത് ഈ പേഷ്യൻറ്റ് എങ്ങനെയാണ് എന്നത് നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ വേണം. ഡോക്യുമെൻറ്റേഷൻ ചെയ്യുമ്പോഴൊക്കെ അത് നമുക്ക് വേണം. അതായത് പേഷ്യൻറ്റിന് ഇപ്പം ബെഡിൽ നിന്ന് ടോയ്ലറ്റിലോട്ട് നടക്കാൻ പറ്റുമോ, ലൗഫ് ആൻഡ് സെൽഫ് ഉണ്ടാവും അവിടെ, അല്ലെങ്കിൽ ലൗഫ് ആൻഡ് വിത്ത് ഹെൽഫേ ഉണ്ടാവും, അല്ലെങ്കിൽ സിപ്സിനായിരിക്കും, അല്ലെങ്കിൽ സ്റ്റേനായിരിക്കും, അല്ലെങ്കിൽ ലീഗിനായിരിക്കും. അപ്പോൾ പേഷ്യൻറ്റിനോട് നമ്മൾ ചോദിക്കുകയാണ് താങ്കൾക്ക് നടക്കാൻ പറ്റുമോ. അപ്പോൾ നടക്കാൻ പറ്റും, പക്ഷേ ഹെൽത്ത് മെറ്റൽ വേണമെന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലവ് ആൻഡ് വിത്ത് ഹെൽഫേ ചെയ്യാം. അല്ലെങ്കിൽ ഗാൻസ് ബെഡ് ലീക്കറിഷ് ആയിട്ടുള്ള പാഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഇതൊന്നും കൊടുക്കാൻ പാടില്ല. ബെഡ് ലീക്കറിഷിന് വേണം നമ്മളവിടെ കൊടുക്കാം. ബെഡ് ലീക്കറിഷ് അല്ല, സിപ്സൻ സ്റ്റേൻ, പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് ഏതാണെന്ന് എനിക്ക് ഓർമ്മ എടുത്തില്ല. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പേഷ്യൻസിന് ആത്മങ്ങൾ ഭയങ്കര ശ്ലേഷ്ഠമായിരിക്കും. അപ്പോൾ എന്തായിരിക്കും, ഒബ്വിയസ്ലി അവർക്ക് സവർ സ്റ്റഫ് വേണം. അപ്പം സവർ സ്റ്റഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലിറ്റർ കണക്കിനാണ് നമ്മൾ സവർ സ്റ്റഫ് എടുക്കുന്നത്. നൊമാല വയസ്സ് 2 അല്ലെങ്കിൽ 3 ആണ്. നമ്മൾ 2 or 3 ലിറ്റേഴ്സാണ് നമ്മളൊരു പേഷ്യൻറ്റിന് കൊടുക്കുന്നത്. സവർ സ്റ്റഫ് ഉണ്ടെങ്കിൽ ഞാൻ എഴുതാം, ലിറ്റർ എത്രയാണെന്നുണ്ടെങ്കിൽ അത് എഴുതും. ആസൻ ബ്രില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ട്യൂബ് വെക്കത്തില്ലേ, അത് വെച്ചിട്ടുണ്ടോ പേഷ്യൻ്റ്, അല്ലെങ്കിൽ ഞാൻ അത് ഇൻട്രാഗൻ ചെയ്യുക. പിന്നെ BP എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ മാൻചെറ്റ് ഊരാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഇത്രോ ലിസ്റ്റ് എഴുതി കഴിയുന്നത് വരെ മാൻചെറ്റ് അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രൂഫിങ്ങിൽ അത് ബാധിക്കും. അതൊക്കെ നമ്മുടെ പ്രാക്ടിക്കലായിട്ട് നോക്കുന്ന കാര്യങ്ങളാണ്. അപ്പം മാൻചെറ്റ് അപ്പം തന്നെ അയക്കുക. ഈ ഒരു ആറ്റം ഫ്രീക്വൻസി കിട്ടാൻ കുറച്ച് പാടാണ്. നമ്മൾ അംബീഷൻ വാർത്തം ചെയ്യണം. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ എടുക്കുക. പിന്നെ അവരുടെ സുഖവിവരമൊക്കെ അന്വേഷിക്കുക, കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ഗുഡാണോ എന്നൊക്കെ ചോദിച്ച് പതിയെ ഇറങ്ങി വരാം. അപ്പോൾ ഇതൊക്കെയാണ് വിറ്റാൽ സാഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ.